So hello guys, welcome to my YouTube channel. You are watching HT Alfred. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡ്രീം സ്പേസ് ഇവൻ്റ് ആണ് കറക്കാൻ പോകുന്നത്. സോ എന്താവുമെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. സോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. സോ ഗായ്സ്, നമ്മുടെ ഇവൻ്റ് നമുക്ക് എടുത്ത് നോക്കാം. എന്തായാലും ഇപ്പോൾ സ്പിന്നിങ്ങില്ല, കാരണം നമ്മുടെ കയ്യിൽ 70 ഡയമണ്ടേ ഉള്ളൂ. സാധനം എന്തായാലും കൊള്ളാം. സോ നമുക്ക് ടോപ്പപ്പ് ചെയ്തിട്ട് വരാം. സോ ഗായ്സ്, നമ്മളിവിടെ 10,000 ഡയമണ്ട്സ് ടോപ്പപ്പ് ചെയ്തിട്ടുണ്ട്. സോ പെട്ടെന്ന് തന്നെ സ്പിൻ ചെയ്ത സാധനം ക്ലെയിം ചെയ്യും. സോ ആദ്യത്തെ സ്പിന്ന് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കൈയുടെ ഉള്ളിൽ നിന്ന് സാധനം വരുന്ന പോലെയാണ്. ഓക്കെ, അതൊരു പുതിയ സംഭവമാണ്. സോ അടുത്ത ഒരു 5ൻ്റെ സ്പിന്ന് പെട്ടെന്ന് ചെയ്താൽ കിട്ടുന്നതാണ്. സോ ഇല്ല, നമുക്ക് സ്കിപ്പ് അടിച്ച് വിട്ടാലേ. ഒറ്റയടിക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, കാണാനൊന്നും ഉണ്ടാവില്ല. സോ പെട്ടെന്ന് വിടാം. ഓക്കെ, എന്തോ ഉണ്ട്. ഇല്ല തോന്നിയതാ. സോ ക്യൂപ്പിഡ് സ്കാറിൻ്റെ ഒരു സ്കിൻ കിട്ടിയിട്ടുണ്ട്. ഇതിലുണ്ടാവും. ഇതിലും ഇല്ല. സോ നമുക്ക് അടുത്ത് നോക്കാം. കമോൺ ഗരീന. അത് ഇത് വലിപ്പിക്കുമോ നോക്കാം ഗൈസ്. ഇനി എത്രയുണ്ട്? പൊട്ടിയിട്ടില്ല, ഇനിയും ഉണ്ട് കിടക്കും. കിട്ടി. അത്രേ ഉള്ളൂ ഗരീന. ഞാൻ പറഞ്ഞു, ഇതൊക്കെ പെട്ടെന്ന് കിട്ടും. നോക്കിക്കോ, അടുത്ത് ഇപ്പം കിട്ടും. നോക്കിക്കോ, കമോൺ ഗരീന. അടുത്ത ഇപ്പം കിട്ടും. നോക്കിക്കോണേ. എടാ, എനിക്ക് ഇത്രയ്ക്ക് ലക്കോ എൻ്റെ പോലെ വിഷയം സാധനം. ഇനിയും കിട്ടുമോ നോക്കാം. ഒരെണ്ണം കൂടെ സ്പിൻ ചെയ്യട്ടെ. 2 തവണ കിട്ടി ഗൈസ്, അത് മതി. അത് അത്യാവശ്യം ലക്കാണ്. 2 തവണ കിട്ടി, അത് മതി. ഇല്ലെങ്കിൽ ആൾക്കാർ പറയും ഞാൻ ഗരീനയ്ക്ക് പെയ്ഡ് ചെയ്ത് സംഭവങ്ങൾ എടുക്കുകയാണ്, ഫെയർ അല്ലാന്ന് പറയും. എന്തെങ്കിലും ആകട്ടെ ഗൈസ്, നിങ്ങൾക്ക് സാധനം എന്തായാലും നമ്മൾ എടുക്കും. മുഴുവൻ പൊട്ടിച്ചിട്ടാണെങ്കിലും നമ്മൾ സാധനം എടുക്കും ഗൈസ്. നമുക്ക് സ്കിപ്പ് ചെയ്ത് സാധനം എടുക്കാൻ നോക്കാം ഗൈസ്. കമോൺ ഗരീന, കിട്ടുമോ? തരുമോ? നമുക്ക് ഒരെണ്ണം കൂടെ കിട്ടെ. കിട്ടിയില്ല. നമുക്ക് ഈ കിട്ടിയ സാധനങ്ങൾ ക്ലെയിം ചെയ്തിട്ട് ചെയ്താലോ? അങ്ങനെ ചെയ്ത് ഇല്ലെങ്കിൽ ഗരീനെ വിചാരിക്കും നമുക്ക് ജാടയാണ്, ഭയങ്കര പൈസക്കാരാണെന്ന് വിചാരിക്കും. നമുക്കത് അത്രയും പൈസ ഒന്നുമില്ല ഗൈസ്. അടുത്ത് നോക്കാം. ഇതും കൂടെ നേരിട്ട് വലിപ്പിക്കത്തുള്ളൂ ഗൈസ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ ക്ലെയിം ചെയ്യാം. സോ ഗൈസ്, ബാനർ കിഡിലാണ് കേട്ടോ ഗൈസ്. എനിക്ക് പറയാതിരിക്കാം, ബാനർ കിഡിലാണ്. അവതാർ കുഴപ്പമില്ല, പക്ഷെ ബാനറിന് അനിമേഷൻ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഇത്തിരി കൂടി എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കിട്ടിലാണ്. ക്യൂപ്പിഡ് സ്കാറിൻ്റെ സ്കിന്ന് പിന്നെയും കിട്ടി ഗൈസ്. അടുത്തത് കിട്ടുമോ? ഇല്ല. സ്കിപ്പ് ചെയ്ത് വിടാം, അതായിരിക്കും നല്ലത്. കിട്ടി ഗൈസ്, അത്രേ ഉള്ളൂ. അതാണ് ടാക്ടിക്ക്. സ്കിപ്പ് ചെയ്ത് വിട്ടാൽ കിട്ടുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മളിത് ക്ലെയിം ചെയ്തില്ലെങ്കിൽ ഗരീനെ വിചാരിക്കും ഇവർ ഭയങ്കര പൈസക്കാരാണ്, ഇവർക്കൊക്കെ ഭയങ്കര ജാടയാണെന്ന് വിചാരിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെയും വലിക്കാൻ നോക്കും. എടാ ഇനി ഇത്രയും ലക്കടാ. കഴിഞ്ഞ തവണ അടുപ്പിച്ച് 2 തവണ കിട്ടി, ഈ തവണ അടുപ്പിച്ച് 2 തവണ കിട്ടി. എൻ്റെ മോനെ, ഇത്രയേ ഉള്ളൂ ഗരീന. അങ്ങനെ തന്നാൽ മതി. പിന്നെ അല്ല നമ്മുടെ അടുത്ത്. സോ ഗൈസ്, ഇത് കിട്ടും. ഇനി കുറച്ച് നേരം വലിപ്പിക്കലായിരിക്കും ഗൈസ്. ഇനിയൊരു ഞാൻ പറയാം, ഒരു 2000 മുട്ടാതെ ഇനി കിട്ടത്തില്ല. ഞാൻ പറയുന്നത് കറക്റ്റായിരിക്കും. നോക്കിക്കൂടി,
2000 പൊട്ടാതെ കിട്ടത്തില്ല, അതങ്ങനെയാണ്. 2000 കിട്ടി. എടാ ഗരീന നന്നായി. ഗരീനയ്ക്ക് എന്തോ പറ്റിയടാ, ഗരീന നന്നായോ? നമുക്ക് ക്ലെയിം ചെയ്യാം. നമ്പർ എത്രയായി? ബാഗ് എടുക്കുക. നമ്പർ പിന്നെ അല്ല, എൻ്റെ മോനെ എനിക്ക് വയ്യ. ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീലായിട്ടല്ലേ. ഓഫ് എല്ലാം ഇങ്ങനെ വരി വരിയായിട്ട് അങ്ങനെ നിൽക്കുന്നതാണെന്ന് എന്തൊരു സുഖമാണെന്നറിയാം. കിട്ടി. വണ്ടിയിൽ ലുക്ക് ചേഞ്ചറിനാണ് കാണിച്ചത്. ലുക്ക് ചേഞ്ചർ കിട്ടതാണ്, അതാണ് അതിൻ്റെ മെയിൻ സാധനം. ലുക്ക് ചേഞ്ചർ അപ്പോൾ നമുക്കിതിൽ 2 ബണ്ടിൽ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട കളറ് ബ്ലൂ നല്ല കളറാണ്, ബട്ട് കാണാൻ ലുക്കുള്ള ഇതിന് പിന്നെ ഒരു ഇത് വരുന്നുണ്ട്, ഒരു എൻട്രി റിമോട്ട് വരുന്നുണ്ട്, പിന്നെ കുറേ പോസ്റ്റർ വരുന്നുണ്ട്. കളക്ഷനിൽ ഒരു ബാക്ക് പാക്ക്, ഒരു സ്കേറ്റ് ബോർഡ്. പക്ഷേ സ്കേറ്റ് ബോർഡ് നമ്മുടെ കയ്യിലൊരു നല്ല സ്കേറ്റ് ബോർഡ് വേറെ ഉണ്ട്, സ്കോർപ്പിയോണ്ടൊക്കെ ഉണ്ട്. പിന്നെ അവതാർ പോരാ, അത് നമ്മുടെ ബണ്ണിയുടെ തന്നെയായിരിക്കും നല്ലത്. ബട്ട് ബാനർ കിടിലാണ് മൊത്തം. ബാറ്റിൽ കാർഡും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. ടോക്കൺ വരാനൊന്നുമില്ല, ഇല്ല. സോ അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കയ്യിൽ ബാക്കി 7285 ഡയമണ്ട് ബാക്കിയുണ്ട്. സോ എനിക്ക് ഈ ഡയമണ്ടുകളിങ്ങനെ വെച്ചുള്ള അക്കൗണ്ടിലിങ്ങനെ വെച്ചിട്ടുള്ള ശീലമില്ലാത്തതുകൊണ്ട് നമുക്ക് മറ്റേ ടൈറ്റനും കൂടെ എടുക്കാം. ഓക്കെ, സോ എനിക്ക് ഇങ്ങനെ അറിയത്തില്ല ഗൈസ്. സോ സ്പിൻ ചെയ്യാം. 10 അടിച്ചായിരുന്നില്ല ഗൈസ്. ഡയമണ്ട് പോയാ ഞാനിത് ചുമ്മാ എൻ്റെ ഡയമണ്ട് ഇടാൻ വേണ്ടി കറക്കുന്നത്. ഇവിടുത്തെ ടൈറ്റൻകാർ പിന്നെ അത്യാവശ്യം നല്ല സ്കിന്നാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. 10 ടോക്കൺ. ഇനി കമോ ഞാൻ വിചാരിച്ചു പിന്നെയും 10 അടിച്ചു. പിന്നെയും 10 അടിച്ച് നല്ലൊരു ഇതാണ്. ഇതൊരു ലാഭമല്ലേ? ലാഭമാണ് ഗൈസ്, ലാഭമായിരിക്കണം. വലിക്കും, ഇത് അത്യാവശ്യം വലിക്കും. എന്തെങ്കിലുമൊക്കെ തൊട്ടിട്ട് ഏതാ ലക്ക്. അടുത്ത് ഞാനത് ഓഫ് ചെയ്തിട്ട് DMD മോഡിലിടാം. അല്ലെങ്കിൽ ഇവന്മാർ ഇത് അയച്ചുകൊണ്ടിരിക്കും. കാർഡ് അടുത്തത് ഗൈസ്. എന്താ ഗൈസ് ഇങ്ങനെ ഗരീന ചില്ലും കൂട്ടിന്ന് എന്തെങ്കിലും ഇറക്കിത്താ? ഇത്രയും കറക്കുന്നല്ലേ ഇവന്മാർ ടോക്കൺ വെച്ച് എടുപ്പിക്കത്തുള്ളൂ ഗൈസ്. ഗരീന ഒരു സാധനമെങ്കിലും ഒരെണ്ണമെങ്കിലും സ്കാറിൻ്റെ വേണ്ട, മാഗ് എങ്കിലും തരുമോ ഗൈസ്? എന്താ ഗൈസ് ഇങ്ങനെ? ആരെങ്കിലും ബോർഡർ റൈറ്റേഴ്സിലോട്ട് പറഞ്ഞിട്ട് ഞക്ക് കൂട്ടിക്കായി കഷ്ടമുണ്ട്. നമ്മൾക്ക് സാരമല്ല, നമ്മുടെ കയ്യിൽ ബണ്ടിലുണ്ട്, അത് ഓർത്ത് നമുക്ക് സമാധാനിക്കാം ഗൈസ്. കാർ എന്തായാലും നമ്മൾ എടുത്തിട്ടേ പോകത്തുള്ളൂ. ഞാനൊരു സംഭവത്തിൽ പൈസ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലെയിം ചെയ്തിട്ടേ ഞാൻ വിടത്തുള്ളൂ. ഓക്കെ, നമ്മൾ ടോക്കൺ കൊടുത്താണെങ്കിലും എടുക്കും ഗൈസ്. ഓക്കെ, കമോൺ
100 എത്രയായി? 181 ടോക്കൺ. ഓക്കെ, എന്താ ഗരീന ഇങ്ങനെ? കഷ്ടമുണ്ട്. ആ ചില്ലും കുട്ടി എന്ന് പറഞ്ഞാൽ ഇറക്കിത്താ. കഷ്ടമുണ്ട്, പ്ലീസ്. മനുഷ്യനല്ലേ? പട്ടി വില നല്ലതാ. ഞാൻ വിചാരിച്ചു ഗരീന നന്നായെന്ന്. എത്ര ഉണ്ട്? 4450. ഒന്നിൻ്റെ മഴയാണ് ഇവിടെ. പിന്നെ ഒന്ന് നമുക്ക് ആരെങ്കിലുമൊക്കെ ധ്യാനിച്ചിട്ട് ചെയ്താലോ? വേണ്ട, ഒറ്റ ടോക്കണും കൂടെ മതി. 224. ഒറ്റ ടോക്കണും കൂടെ മതി. ഒരെണ്ണത്തിൻ്റെ സ്പിൻ ചെയ്യാൻ നമുക്കെന്നാ. ഏതിലും ഒന്ന് വീഴുമോ എന്തോ. ഓക്കെ, സോ ഒന്നിൻ്റെ സ്പിന്ന്. ഒരെണ്ണം വരണ്ടോടത്ത് 3 എണ്ണം വരും. അതാണ് നമ്മുടെ ലക്ക്. സോ ഗൈസ്, നമ്മൾ ടൈറ്റൻസ് കാർ എടുക്കുകയാണ്. വാവ് ഗരീന, താങ്ക് യു. നമ്മൾ ഗൈസ് നോക്കി ഗരീന, നമ്മളെ ഗരീനയ്ക്ക് എന്തൊരു സ്നേഹം നോക്കി. ഡയറക്റ്റ് നമ്മുടെ സ്കാർ ഒക്കെ എടുത്തു തന്നു. ഇജാതി സമ്മതി. ഇനിയും 4150 ഡയമണ്ട് ഉണ്ട്. എന്ത് ചെയ്യും? അതിൻ്റെ ഇവിടെ നിന്ന് ഗിഫ്റ്റ് വെച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. നമുക്കത് കാര്യമാണ്. വേറെ എന്തെങ്കിലും ചെയ്യാം. സോ നമുക്ക് നമ്മുടെ MP40 മാക്സ് ആക്കിയല്ലോ. MP40 ഇപ്പം ലെവൽ 3 ആണ്. ലെവൽ 3 MP40. നമ്മളിതൊരു നാൾ മാക്സ് ആക്കും ഗൈസ്. ഒരു നാൾ ഗൈസ്. അത് ഫുള്ളി മാക്സ് ആക്കാൻ എത്രയാവും നമുക്ക് നോക്കണം. അവന്മാർ പറഞ്ഞു ഇവിടെ നിന്ന് ക്രേറ്റ് എടുത്തു കഴിഞ്ഞാലാണ് കൂടുതൽ കിട്ടുകയെന്ന്. സോ അല്ലെങ്കിൽ നമുക്ക് അവിടെ കുറേ ഡയമണ്ട് കിട്ടും ഗൈസ്. സോ ക്രേറ്റ് എടുക്കാം. അവിടെ ഫുൾ ഡയമണ്ടൊക്കെ കൂട്ടട്ടെ. എന്നാലും ഇനിയും എന്നാലും 440 ഡയമണ്ട് ബാക്കി. എപ്പോഴാ നമുക്ക് ലെവലപ്പ് ചെയ്യാണ്ട്? ലെവലപ്പ്. ഓക്കെ, സോ ലെവൽ 4. ഇനി ലെവൽ 5 ആകാൻ പോകും. ലെവൽ 5 കിണ്ടിയും ഇല്ല. ലെവൽ 5 നോക്കണം. വേറെ എന്തെങ്കിലും ലെവലപ്പ് ചെയ്യണം. ഒരു ടോക്കണും കൂടെ വേണമായിരുന്നു. ഓക്കെ, അടുത്ത് ലെവൽ 5 ഗൈസ്. ലെവൽ 5. ഇപ്പം നമ്മുടെ കയ്യിൽ ഇനിയും ബാക്കി ഡയമണ്ട് ഉണ്ട്. അതിനി അവിടെ കിടക്കട്ടെ ഗൈസ്. എന്തെങ്കിലും. സോ ഗൈസ്, നമുക്ക് അവന്മാരുടെ ഗില്ലിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. നമുക്കിനി ട്രെയിനിങ് പോയി നമ്മുടെ സ്കാറും പിന്നെ നമ്മുടെ ലെജൻഡറി ബണ്ടിലും നമുക്ക് ഫ്ലെക്സ് ചെയ്യാം ഗൈസ്. സോ നമ്മൾ ട്രെയിനിങ് എത്തി ഗൈസ്. നമ്മൾ നമ്മുടെ സ്കാർ ഫ്ലെക്സ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഇത് കണ്ടോ, ചാടുമ്പോൾ നോക്കിക്കേ. ഒരു സെക്കൻഡ് കണ്ടോ, ചാടുമ്പോൾ മറ്റേ സാധനം പൊന്തി വരും. ഹെഡ് കയറി. ഞാൻ പ്രോ പ്ലെയർ തന്നെ. ഒന്ന് കുത്തി പിടിച്ചിട്ട് കയറി.
ഓക്കെ, സ്കാർ വെച്ച് കളിക്കാൻ പഠിച്ചു. നമുക്ക് ലുക്ക് ചേഞ്ചർ ഇട്ടൊന്ന് അടിച്ചു വെക്കാം. ഏതാ മാക്സ് ലുക്ക് ചേഞ്ചർ. ഓക്കെ, ഇല്ല കൊള്ളാം കേട്ടോ, സാധനം കൊള്ളാം. 4000-നൊക്കെ വെറുത്താണ്. ഇത്രയും സാധനം 4000-നൊക്കെ വെറുത്താണ്. മാത്രമല്ല ഈ വിൻ്ററിൽ തന്നെ മെയിൻ ഇവൻ്റേത്. സോ അത്യാവശ്യം നല്ല സാധനമാണ്. 4000-നൊക്കെ എന്താ പറയുക, ലാഭമാണ്. പോരാത്തതിന് ടൈറ്റൻ സ്കാർ കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു 2000 കണ്ടല്ലോ കുട്ടിയെ. സോ എനിവേസ് നമുക്ക് ഇനി കുറച്ച് ഫ്രീ സ്റ്റൈലിംഗ് കാണാം. Double kill. Triple kill. Double kill. സോ ഗൈസ്, നമുക്ക് ഇവൻറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ലൊരു ഇവൻ്റായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ ഈ ലുക്ക് ചേഞ്ചറുകളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലാണ്. പോരാത്തതിന് പിന്നെ നമ്മളെ ഈ എന്താ പറയുക, ഈ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. സോ എന്താ പറയുക, എനിക്ക് പേഴ്സണലി എന്താ പറയുക, ഈ ഇവൻറ്റ്സ് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. വേറെന്താ, നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുന്നുള്ളൂ. സോ ഇതേപോലത്തെ ഒരു നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.